ഹലോ. അപ്പോൾ ഞാനും പിള്ളേരും കൂടി ഈ വെയിലത്ത് എവിടെ പോകുമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. ഈ വഴിയിലൂടെ നമ്മുടെ കഴിഞ്ഞ ഞാൻ അമ്പലത്തിൽ കുറേ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. ആ അമ്പലത്തിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനമാണ്. അത് കാരണം അവിടെ നിന്ന് അന്നദാനവും പൂജകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഗണപതി ഹോമവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഉച്ച സമയമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 11:30-ഒക്കെയാണ് ഇറങ്ങിയത്. കാരണം എനിക്ക് ഇന്ന് ലോട്ടറിയൊക്കെ കടയിലത്തേക്ക് കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് പോകാൻ. അപ്പോൾ രാവിലെ ഒന്ന് പോയി തൊഴുതിയിട്ട് വന്നാലും എന്നിട്ട് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഊണ് കഴിക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പ്രസാദങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇരുന്ന് അവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ട്. അതിൽ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ. അപ്പോൾ നമുക്കിതാ ഊണൊക്കെ വിളമ്പി നല്ല ടേസ്റ്റുള്ള സാമ്പാറും ചക്കപ്പൊടിത്തോലും പിന്നെ ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരും കേട്ടോ. എനിക്ക് പൊതുവേ ഈ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിയലും നല്ല അച്ചാറും അങ്ങനെ പപ്പടവും അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ പൊതുവേ അന്നദാനം ഇങ്ങനെയുള്ള സദ്യകളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ കടമതിൽ പായസത്തിൻ്റെ ടേസ്റ്റ് പിന്നെ അപാരമാണ്. പിന്നെ നമ്മൾ പപ്പടം ഒക്കെ പഴമൊന്നും ഉണ്ടായിരുന്നില്ല. പപ്പടമൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ഈ പായസമൊക്കെ കഴിക്കുമ്പോഴേ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാൻ വെച്ച് പിള്ളേരൊക്കെ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ അങ്ങോട്ട് ഫുള്ളായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഗൈസ്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കേട്ടോ. അന്ന് പൊങ്കൽ വയ്ക്കുന്നതൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ നാളെ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.